ഹായ് ഗൈസ്, നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം പിന്നെയും എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യാണ്. ഇപ്രാവശ്യം ഓണത്തിനാണ്. ഓണം സ്പെഷ്യൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് എമിറേറ്റ്സിൻ്റെ സെൽഫ് ചെക്ക് ഇൻ കൗണ്ടേഴ്സ്. ഇവിടെ നമുക്ക് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനും ടിക്കറ്റ് എടുക്കാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. ഇതാണ് ടിക്കറ്റിംഗ് മെഷീൻ. നമ്മുടെ ബോർഡിംഗ് ഡീറ്റെയിൽസ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർഡിംഗ് പാസ് ഇതിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തെടുക്കാം. അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ലോഞ്ചിലേക്ക് വിട്ടു പിടിക്കുകയാണ്. നമുക്ക് ഇവിടെ ലോഞ്ചായിട്ട് എയർ സോണിൽ നമുക്ക് പ്രീമിയം പ്ലാസ പ്രീമിയം ലോഞ്ച് ഉണ്ട്, മർഹബ ലോഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ കാർഡുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാർഡ് മെമ്പേഴ്സും ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാം. ഇൻ്റർനാഷണൽ കാർഡും ഇന്ത്യൻ കാർഡുകളും ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നത് പ്ലാസ പ്രീമിയം ലോഞ്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. പേരിൽ കണ്ട പോലെ നല്ല പ്രീമിയം ലുക്ക് തന്നെയാണ് പ്ലാസ പ്രീമിയം ലോഞ്ചിനുള്ളത്. കുറേ ക്യൂബിക്കിൾസും പിന്നെ ഫാമിലിയായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസും ഒക്കെയാണ് ഈ ഒരു ലോഞ്ചിൻ്റെ പ്രത്യേകത. നമുക്ക് ചെറിയ മീറ്റിംഗ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ഏരിയ പോർഷനൊക്കെ ഉണ്ടെന്നാണ് ഞാൻ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ നമ്മുടെ ബാംഗ്ലൂർ വീഡിയോയിൽ നമ്മളത് ഇട്ടിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഇതേപോലെ കണ്ടില്ലേ, ചെറിയ വാച്ച് ലൈറ്റൊക്കെ കൊടുത്ത് പ്ലഗൊക്കെ നമുക്ക് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും റീഡ് ചെയ്യണമെങ്കിലോ മറ്റോ യൂസ്ഫുൾ ആയിട്ടുള്ള തരത്തിലുള്ള ചെറിയ ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു ഏരിയ ഒക്കെ അവിടെ നമുക്കുണ്ട്. നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഷൂവോ മറ്റു ചെരുപ്പൊക്കെ നമുക്ക് വാഷ് ചെയ്യാനോ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ലിക്വിഡോ ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്ലീൻ ചെയ്ത് തരും. നമുക്ക് വിശാലമായിട്ട് ഫാമിലിയോട് കൂടെ തന്നെ ഇരിക്കാനുള്ള നല്ലൊരു സെറ്റപ്പ് ഇതിനകത്തുണ്ട്. താരതമ്യേന നല്ല തിരക്കും കുറവായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ക്യൂബിക്കിൾസ്. ഇത് നമുക്ക് ഇതിനകത്ത് കയറി നമുക്ക് റെസ്റ്റ് എടുക്കാം, ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഉറങ്ങണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉറങ്ങാം. നമുക്ക് ഇതിൻ്റെ ഡോറ് ലോക്ക് ചെയ്യാൻ, അതായത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനുള്ളൊരു സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഇവിടെ കൈ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് നമുക്കൊരു നല്ലൊരു ഫ്രീ സ്പേസ് കിട്ടുന്ന പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചേർന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് എയറോ ബാർ കാണാം. ഇവിടെ പെയ്ഡാണ് സർവീസ്. നമുക്ക് ആവശ്യമുള്ള ബിവറേജസ് ലിക്വിഡ് നമുക്ക് ഇതിനകത്ത് ഓർഡർ ചെയ്യാം. പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണ്. ഇപ്പം നമുക്ക് ഇവിടെ ഡ്രിങ്ക്സ് കാണാം, കുക്കീസും കൂടാതെ കോഫി വെൻഡിങ് മെഷീൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറബീസ് മജ്ലിസ് സെറ്റപ്പിലുള്ളൊരു സംഭവമാണ്. നമുക്ക് ഫുഡൊക്കെ എടുത്ത് നമുക്കിവിടെ ഡൈനിങ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി ഫുഡ് കൗണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസേർട്ട് തൊട്ട് അല്ലെങ്കിൽ സാലഡ് എന്നൊക്കെ പറയാം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഭാഗം. സാലഡ് വെച്ച് നമുക്ക് നമ്മുടെ ഓൺ ക്രിയേഷൻ ഉണ്ടാക്കാനാണ് അവർ പറയുന്നത്. ആ വെജിറ്റബിൾസ് എല്ലാം വെച്ച് പ്ലേറ്റ്സ് ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കറികളുണ്ട്, റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ട്. അങ്ങനെ സാധാരണ എല്ലാ ലോഞ്ചിലും കിട്ടുന്ന തരത്തിലുള്ള നല്ല ഡെലീഷ്യസ് ആൻഡ് ടേസ്റ്റി, പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നി ഇവിടുത്തെ ഫുഡെല്ലാതും വെച്ചിരിക്കുന്നത് കണ്ടിട്ട്. ഇവിടെ നമുക്ക് കെച്ചപ്പും മറ്റ് സംഭവങ്ങളൊക്കെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചീസ് ഉണ്ട്, കൂടാതെ ഡ്രൈ നട്ട്സ് എല്ലാതും നമുക്ക് ഈ ഒരു കൗണ്ടറിലും ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഡെസേർട്ട് സെക്ഷനാണ്. കേക്കും നല്ല രീതിയിലുള്ള പലതരത്തിലുള്ള കേക്കുകളും പുഡിങ്സും ഇവരോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റ് ലോഞ്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ കോക്കൊക്കെ നമുക്ക് ഗ്ലാസ്സിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കുടിക്കാം. വേസ്റ്റ് ആവില്ല, നമുക്ക് പിന്നെയും വേണമെങ്കിൽ എടുക്കാം. ബോട്ടിൽസ് വില അല്ല. പിന്നെ നമ്മളൊരു കോഫി എടുത്ത് കുടിക്കാം എന്ന രീതിയിൽ ക്യാപ്പച്ചീനോ നമ്മൾ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചിലരിതൊന്നും ഈ മെഷീനിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയതാണ് എങ്ങനെയാണ് നമുക്കൊരു ക്യാപ്പച്ചീനോ നമുക്ക് മെഷീനിൽ നിന്ന് കിട്ടുക എന്ന് മനസ്സിലാക്കാനായിട്ട്. ഒരുപാട് പേർക്ക് അറിയാം, ഇപ്പം നാട്ടിലെല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് ഈ ഒരു മെഷീൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. കോഫി എല്ലാം എടുത്തതിന് ശേഷം ഞാൻ കിഡ്സ് ഏരിയയിലേക്കൊന്ന് പോയി. അതായത് ഫാമിലിയായിട്ട് വരുന്നവർക്ക് നമുക്ക് കിഡ്സിനെ ഡ്രോപ്പ് ചെയ്യാൻ, അവർക്ക് കളിക്കാനൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഈ ലോഞ്ചിലേക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. നമുക്ക് ചെറിയ ചെറിയ ടോയ്സുകളും നമ്പേഴ്സ് ആയിക്കോട്ടെ, അവരുടെ പ്ലേയിങ് എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നല്ല
നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സിമ്പിളായിട്ടുള്ളൊരു റൂം തന്നെയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഫാമിലി സ്യൂട്ട്സ് കാണാം. 4 സ്യൂട്ട്സാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇതേപോലെ തന്നെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിരുന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ അവരുടേതായിട്ടുള്ളൊരു പ്രൈവറ്റ് സ്പേസ് കൊടുക്കാനായിട്ട് ഒരു പ്രീമിയം ലുക്കും അതിന് ഭയങ്കര സഹായിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഓപ്പൺ ചെയ്ത് തരും. നമുക്ക് ടി വി എല്ലാ റൂമിലും ഉണ്ട്, ടി വിയും ടേബിളും എല്ലാതും ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനും ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മീറ്റിങ്ങുകളായിക്കോട്ടെ നമ്മുടെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫാമിലി സ്യൂട്ട് കൊണ്ട് പറ്റുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഫുൾ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു വിൻഡോ ഇവിടെയുണ്ട്. അത് നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ നേരത്തെ എടുത്ത കോഫിയിലേക്ക് നമ്മൾ 0 കാലറി സ്വീറ്റ്നർ ആഡ് ചെയ്യുകയാണ്. നമുക്ക് കോഫിക്ക് ഒരു അഡീഷണൽ ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ എടുത്ത വെജിറ്റബിൾ ഓട്സിൻ്റെ ഒരു മിക്സഡുള്ളൊരു ഇതാണ്. അത് കഴിച്ച് നോക്കി നോക്കാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്ന ഒരു ഫുഡാണ്, സ്നാക്സ് ആണായിരുന്നു അത്. ഇത് നമുക്ക് ഓരോ ടേബിൾ ഇതുപോലെ QR കോഡ് സ്കാൻ ചെയ്യാനുണ്ട്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾ നമ്പറാണ് നമുക്ക് ഡിസ്പ്ലേയിൽ വരിക. പ്ലസ് നമുക്കത് ഞാൻ മറ്റേ ഫോണിൽ സ്കാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫുഡ്, അതായത് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ എയ്റോ ബാർ എന്നുള്ള ഫുഡാണ്. ബിവറേജ് ആൻഡ് ഫുഡ് നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഇത് അഡീഷണൽ ചാർജ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് കാർഡായിട്ട് വന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്താണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡ്രിങ്ക്സ് ആൻഡ് ബിവറേജസ് നമുക്ക് പ്ലസ് അതിൻ്റെ ഫുഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എമിറേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഗേറ്റ് A20 ആണ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും ബോർഡിംഗ് പാസ്സൊക്കെ നമുക്ക് വന്നിട്ടിട്ട് ഞാൻ ഹാർഡ് കോപ്പിയും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കതിനൊരു ഹാബിറ്റ് ഉള്ളതുകൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമുക്ക് ബോർഡിംഗ് പാസ്സും മറ്റു ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ എമിറേറ്റ്സിൻ്റെ ബോർഡിംഗ് പാസ് ഡിജിറ്റൽ കോപ്പി. നിങ്ങൾക്ക് കാണാം എമിറേറ്റ്സ് എക്കണോമി, നമ്മുടെ സീറ്റ് കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നമ്പർ A20, സീറ്റ് 18E, ചെക്ക് ഇൻ ടൈം, ബോർഡിംഗ് ടൈം, സെക്യൂരിറ്റി ക്ലിയറൻസ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊരു പോയിൻ്റ് എന്നത് ആഡ് ചെയ്തത് നമുക്ക് കാണാം. എൻ്റെ ഈ വിരലിൻ്റെ അടുത്ത് സ്മാർട്ട് ഗേറ്റ് എലിജിബിൾ, അതായത് ദുബായിൽ നമുക്ക് സ്മാർട്ട് ഗേറ്റ് ആണ് എല്ലാ കൗണ്ടേഴ്സും ഉള്ളത്. അപ്പോൾ നമുക്കത് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഇതിനകത്ത് അറിയാം. മിക്കവാറും എല്ലാ പാസഞ്ചേഴ്സിനും എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. ദുബായിലേക്ക് എൻട്രി ചെയ്തത് ദുബായ് വഴിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എലിജിബിലിറ്റി ഇല്ലാത്തവർക്ക് അതും മെൻഷൻ ചെയ്യും. അപ്പോൾ ഇതിവിടെ കണ്ടോ, നിങ്ങൾക്ക് ഗൂഗിൾ വാലറ്റിലേക്ക് നമുക്ക് ഈ ഒരു പാസ്സൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എമിറേറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാസ് നിങ്ങൾക്ക് ഗൂഗിൾ വാലറ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഗൂഗിൾ വാലറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കത്ര ഉറപ്പില്ല. ഇൻ്റർനാഷണൽ ഗൂഗിൾ വാലറ്റ് ഗൂഗിൾ പേ പോലെ തന്നെ ടാപ്പ് ചെയ്ത് നമുക്ക് കാർഡൊക്കെ ടാപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാസ്, ബോർഡിംഗ് പാസിൻ്റെ ഒരു ഇലക്ട്രോണിക് പാസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പ്രീമിയം പ്ലാസ ലോഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് നേരെ മർഹബ ലോഞ്ചിലേക്ക് കയറുകയാണ്. മർഹബ ലോഞ്ച് കോമൺ ആയിട്ട് എല്ലാ സോണിലും ഉള്ളതാണ്. നല്ല തിരക്കാണ് മർഹബ ലോഞ്ചിൽ ഉണ്ടായിരുന്നത്. കയറാൻ എൻട്രിക്ക് തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ദൂരം നിന്ന് കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ എടുത്ത് അലഞ്ഞിരിക്കുന്ന നടക്കുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത്. നമ്മൾ സീൽ ചെയ്ത് കയറിയതിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ല, നിങ്ങൾക്ക് ഓരോ കൗണ്ടറുകളിലും പിന്നെ സീറ്റിൽ നമുക്ക് ആ ഒരു റഷ് ഉണ്ട്. നമ്മളൊരു ചെറിയൊരു ഫാമിലി റൂം മർഹബ ലോഞ്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ലോക്ക്ഡാണ്. പ്രയോറിറ്റി ആളുകൾ വരുമ്പോഴാണ് അത് ഓപ്പൺ ചെയ്യുക എന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിഡ്സ് ഏരിയ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ലോഞ്ചിൻ്റെ സിമിലർ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ കുറച്ചും കൂടിയും ചെറിയ ഫീലാണ് പൊതുവെ കിട്ടിയത്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അധികം കളിക്കാനോ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ അധികം ശ്രദ്ധയിൽപ്പെട്ടില്ല. നമ്മളിത് A20 ഗേറ്റ് ലക്ഷ്യമായിട്ട് നടക്കുകയാണ്. മർഹബ ലോഞ്ച് ഭയങ്കര റഷായിരുന്നു. സീറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ മ്യൂസിക് കമ്പോസർ കം സിംഗറായിട്ടുള്ള MJ ചന്ദ്രൻ സാറിനെ കാണാൻ പറ്റി. ആൾ ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ദുബായിൽ ഒരു പേഴ്സണൽ ആവശ്യം ഒന്നാണെന്നാണ് പറഞ്ഞത്. ഒരു സെൽഫിയൊക്കെ എടുത്തു. ഞാനിതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാം ആ സെൽഫി. അപ്പോൾ അതായിരുന്നു മർഹബ ലോഞ്ച്. ഇപ്പോൾ ഇത് A സെഷനാണ്, ടെർമിനൽ 3യുടെ. അതുപോലെ A, B, C പോലെയുള്ള സെഷനുകളുണ്ട്. F വരെയുള്ള സെഷനുകൾ, അതായത് സോണുകളായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുപോലെയുള്ള ഓരോ സോണിനകത്തും ഇതുപോലെ ലോഞ്ചുകൾ പലതുണ്ടായിരിക്കും. നമ്മൾ കണ്ട പോലെ പ്ലാസ പ്രീമിയം ലോഞ്ച്, മർഹബ ലോഞ്ചായിരിക്കും കോമൺ ആയിട്ട് എല്ലാ സോണിലും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരുപാട് കാർഡ്സിന് ഈ ലോഞ്ച് ഫ്രീ കിട്ടുന്നതുകൊണ്ട് ഒരുപാട് പേര്, ഞാനടക്കം ഉള്ള ആൾക്കാരെ പോലെ
ഒരുപാട് പേര് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ഏകദേശമായി. നമുക്ക് ഗേറ്റിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അതുപോലെ ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ഒരു ഡ്യൂട്ടി ഫ്രീയിൽ BMW X6 കിടപ്പുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത് കൂപ്പൺ ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലക്കി ഡ്രോ കോൺടെസ്റ്റിലൂടെ നമുക്ക് ഒരു ലക്കി വിന്നർ ആയി കഴിഞ്ഞാൽ ഈ കാർ നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ നമ്മുടെ ഗേറ്റിലേക്ക് നമ്മൾ നടക്കുകയാണ്. നല്ല തിരക്കുണ്ട്. നമ്മളെ ഇൻ്റർനാഷണൽ ഷോറൂമുകളെല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. കാർട്ടിയർ ഉണ്ട്, ഗുച്ചി ഉണ്ട്, ഒരുപാട് ഷോപ്പുകൾ നിങ്ങൾക്ക് എല്ലാ സൈഡിലും കാണാം. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ ടെർമിനലിലും ഓരോ സോണിലും നമുക്ക് ഇത്രയധികം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്ര ഒരു ബിസിയസ്റ്റ്, വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് എയർപോർട്ടാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതും ടെർമിനൽ 3 എന്ന് പറയുമ്പോൾ പിന്നെ പറയും വേണ്ട. നടന്നുകൊണ്ടിരിക്കുന്നൊരു വേറെ ലോഞ്ച് ഉണ്ട്, അല ലോഞ്ച് ഇപ്പോൾ ലോക്ക്ഡാണ്. അത് കഴിഞ്ഞ് പിന്നെ നടക്കുമ്പോൾ മെഴ്സിഡസിൻ്റെ അടുത്തൊരു കാറ്, അടുത്ത ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ പർച്ചേസിങ്ങിൽ നിന്ന് ലക്കി വിന്നർക്ക് കിട്ടുന്ന ഒരു കാറാണിത്. അത് കഴിഞ്ഞ് നമ്മളിത് പിന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും ദൂരമുണ്ട്. ടെർമിനലിൻ്റെ ഏറ്റവും അറ്റത്താണ് A20. അപ്പോൾ നമുക്ക് നല്ല ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ആ യാത്രകളാണ്. നമ്മുടെ ടെർമിനലിൽ അറ്റത്ത് എത്തുന്നതിനേക്കാൾ മുമ്പ് ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ലോഞ്ച് ഉപയോഗിക്കാൻ പറ്റാത്ത വിശക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല എക്കണോമി റേറ്റിൽ നമുക്ക് ഫുഡെല്ലാം നമുക്ക് മക്ഡൊണാൾഡ്സിൽ നിന്ന് കൺസ്യൂം ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗേറ്റ് അങ്ങനെ നമ്മൾ എത്തി. A20 ബോർഡിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോർഡിങ് അനൗൺസ്മെൻറ്റ് കിട്ടിയപ്പോഴാണ് ഞാൻ നടന്നു തുടങ്ങിയത്. അപ്പോൾ ക്യൂ എല്ലാം ഇതിനുള്ളിലേക്കുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു ഗേറ്റിനകത്ത് സീറ്റിംഗ് ഉണ്ട്. അതിനകത്തു നിന്നായിരിക്കും പിന്നെ ഫ്ലൈറ്റിലേക്കുള്ള ബോർഡിങ്. അങ്ങനെ വലിയ എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി ഫ്ലൈറ്റിലേക്ക് ആയിരിക്കില്ല. ഇതിനകത്ത് നമുക്ക് സീറ്റിങ്ങിനുള്ള സൗകര്യമുണ്ട്. ദുബായ് എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് എല്ലാതും നമുക്ക് വരുന്നത്. ലൈക്ക് നമുക്ക് ബോർഡിംഗ് പാസ് നേരത്തെ കാണിച്ച പോലെ നമുക്ക് മൊബൈലിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെക്ക് ഇൻ ബാഗേജ് ഒക്കെ നമുക്ക് സെൽഫ് ഡ്രോപ്പ് കൗണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് തന്നെ ബാഗേജ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ചെക്ക് ഇൻ കൗണ്ടറുകളെ ഒന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് അതിനകത്ത് വരുന്നില്ല. അപ്പം അങ്ങനെ മുതലായിട്ടുള്ള നല്ല അഡ്വാൻറ്റേജൊക്കെ എയർപോർട്ടിലുണ്ട്. സ്മാർട്ട് ഗേറ്റ്സ് ആണ്. ഒരുപാട് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളും ഡൊമസ്റ്റിക് ഇപ്പോൾ ഇന്ത്യയിലെ എയർപോർട്ടുകളൊക്കെ അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇപ്പോൾ ട്രാവൽ കൂടുതൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മാറും. ഭയങ്കര കംഫർട്ടായിരിക്കും. നമുക്ക് അത്രയും ലോങ് ടൈം വെയിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. കൂടുതൽ ചെക്ക് ഇൻ ഡെസ്കുകളും കാര്യങ്ങളൊക്കെ അഡീഷണലി വേണ്ടി വരുമെന്ന് മാത്രം ഉള്ളൂ. നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. അപ്പോൾ നമുക്കിതേ നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഓണം വേണ്ടി നമുക്ക് എത്തി. നമുക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ് എമിറേറ്റ്സ് ആപ്പ് വഴി നമുക്ക് ആവശ്യമുള്ള നമ്മുടെ മെനു. ഞാൻ പ്രീ ബുക്ക് ചെയ്തില്ല ഒന്നും, കാരണം നമുക്ക് ഓണത്തിൻ്റെ കിറ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മെനു അവർ പ്രിൻറ്റഡ് ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാ നമുക്ക് ഒന്നാന്തരം ഒരു സദ്യ കഴിക്കാനുള്ള ഓപ്ഷൻ കിട്ടിയിരിക്കുകയാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ നിന്ന്. വെൽ പാക്ഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് പാലടയാണ് പായസമായിട്ടുള്ളത്. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മുടെ ശർക്കര ഉപ്പേരി ഉണ്ട്, ചോറുണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, പഴമുണ്ട്, പിന്നെ അങ്ങനെ മുതലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തു. നല്ല അടിപൊളി സദ്യയായിരുന്നു. എമിറേറ്റ്സിൻ്റെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി എത്തും. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.